ജാഥാംഗങ്ങളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയും സലാഹിയത്തുമുള്ള ഒരു അമലായി ഇതിനെ കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ മീസാനിൽ ഖനമുള്ള ഒരു അമലായി അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞതുപോലെയും മനസ്സിലാക്കിയതുപോലെയും ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ മഹത്തായ ഒരു സമ്മേളനം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ കുടിയ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന ഒരു സന്ദേശ വാഹന പ്രചരണ യാത്രയുടെ സ്വീകരണ യോഗത്തിലാണ് നാം ഒക്കെ പങ്കെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ഒരു സന്ദേശയാത്ര നടത്തുകയുണ്ടായി. ഇതിലൂടെ ഈ സമൂഹത്തിനും, പ്രത്യേകിച്ച് ഈ സമൂഹത്തിനും പൊതുസമൂഹത്തിനും സമസ്തയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും സമസ്തയുടെ നേരായ വഴികളെക്കുറിച്ച് അവരെ തെര്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു മഹത്തായ ഉദ്ദേശമാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തിനു വേണ്ടി രൂപീകൃതമായി, അത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. 1920 തുടക്കത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടപ്പെടുകയും ആ കാലത്ത് തന്നെ അഗ്രേസരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ അതിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ബഹുമാന്യരായ കേരളത്തിൽ അറിയപ്പെട്ട ഫഖീഹും മഹാപണ്ഡിതനുമായിരുന്ന ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ, അവരുടെ ഉസ്താദായിരുന്ന ആലി മുസ്ലിയാർ, അദ്ദേഹം ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മുൻനിരയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമസ്തയുടെ സ്ഥാപകന്മാരിൽ വളരെ പ്രധാനപ്പെട്ടതും മഹാനായിരിക്കുന്ന താജുൽ ഉലമ വണ്ടൂർ സദഖത്തുള്ള ഉസ്താദ്, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തുടങ്ങി ദാറുൽ പഠിച്ചിരുന്ന മഹാനായിരിക്കുന്ന ശംസുൽ ഉലമ ഖുതുബി തങ്ങളുടെ മഹാശിഷ്യന്മാരെ സമസ്തയിൽ ചേർക്കുന്നതിന് അരുഹോത്ര പരിശ്രമിച്ച മഹാനായിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ തയ്യിബ് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന നേതൃത്വത്തിലാണ് 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാർ അതിലുണ്ടായിരുന്നത്. ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരിലേക്ക് നാട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അവസാനമായി അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിസ്കാരത്തിന്റെ സുജൂദിൽ വെച്ചുകൊണ്ടാണ് മഹാനായിരിക്കുന്ന ആലി മുസ്ലിയാർ, കേരളത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദിന്റെ മഹാഗുരുവായിരുന്ന ആലി മുസ്ലിയാർ അവിടെ വെച്ച് സുജൂദിൽ വെച്ച് മരിക്കുകയാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും